ഇന്നെൻ്റെ കൂടെയുള്ളത് എൻ്റെ ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള ഡോക്ടർ രഘുറാമാണ്. രഘുറാം കാലിക്കറ്റ് ഇക്ര ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് സർജനാണ്. രഘുറാമിൻ്റെ അടുത്ത് നമുക്ക് കുറച്ച് പ്ലാസ്റ്റിക് സർജറി റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾ ചോദിക്കാം. നമ്മൾ ഡോക്ടേഴ്സ് ജിമ്മിൽ പോകുമ്പോൾ കുറേ പേര് സംശയം ചോദിക്കാറുണ്ട്. ഗൈനക്കോമാസ്റ്റിയ, അതിനെക്കുറിച്ച് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്? ഗൈനക്കോമാസ്റ്റിയ വളരെ കോമൺ ആണ്. എൻ്റെ പ്രാക്ടീസിൽ ഞാൻ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് ചെയ്യുന്ന സർജറി ഗൈനക്കോമാസ്റ്റിയാണ്. ഇത് രണ്ട് കാരണം കൊണ്ടാണ് വരുന്നത്. ഏറ്റവും കോമൺസ്റ്റ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോർമോൺ ഇംബാലൻസ് കാരണം വരുന്ന ഗൈനക്കോമാസ്റ്റിയ. രണ്ടാമത് എന്ന് പറയുമ്പോൾ ജിമ്മിൽ പോകുമ്പോൾ സ്റ്റെറോയിഡ് ഇഞ്ചക്ഷൻ എടുക്കും, അല്ലെങ്കിൽ ചില അസുഖത്തിന് വേണ്ടി ചില മരുന്നുകൾ കഴിക്കുമ്പോൾ അതിന് സൈഡ് എഫക്റ്റ് ആയിട്ട് വരാം. പക്ഷേ അത് വളരെ ചെറിയ സ്മോൾ സബ്സെറ്റ് ആണ്. മെയിൻ കോസ് എന്ന് വെച്ചാൽ ഈ പ്യൂബർട്ടി സമയത്ത് ഉണ്ടാകുന്ന ഹോർമോൺ ഇംബാലൻസ് കൊണ്ടാണ് ഗൈനക്കോമാസ്റ്റിയ ഉണ്ടാകുന്നത്. ഒരു വ്യക്തിക്ക് ഗൈനക്കോമാസ്റ്റിയ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അത് കൺഫേം ചെയ്യാൻ പറ്റും? ഗൈനക്കോമാസ്റ്റിയ നമുക്ക് മരുന്ന് കഴിച്ചിട്ട് മാറ്റാൻ പറ്റുമോ? ഒരാളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ രണ്ട് കാര്യങ്ങൾ പറയും, രണ്ട് എക്സാമിനേഷൻ രീതികൾ പറയും ഗൈനക്കോമാസ്റ്റിയ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഒന്നാമത്, ഒരു നോർമൽ മെയിൽ നിപ്പിൾ ഏരിയകളുടെ സൈസ് ചെറുതായിരിക്കും അല്ലേ. ഒരാളുടെ നോർമലിനെക്കാളും സൈസ് കൂടുതലാണെങ്കിൽ, നിപ്പിൾ ഏരിയ വലിപ്പം കൂടുതലാണെങ്കിൽ നമുക്കത് പറയാം അത് ഗൈനക്കോമാസ്റ്റിയ ആണ്, കാരണം അടിയിൽ ഗ്ലാൻഡ് ഉണ്ട്. സെക്കൻഡ്ലി നമ്മൾ പറയും നിങ്ങളുടെ ചെസ്റ്റ് റീജൻ ഒന്ന് പിടിച്ചു നോക്കുക, കൈ കൊണ്ട് രണ്ട് പിടിച്ചു നോക്കുക, വയറിൽ ഫാറ്റ് പിടിച്ചു നോക്കുക. വയറിൽ ഫാറ്റ് പിടിക്കുമ്പോൾ ഒരു യൂണിഫോം കൺസിസ്റ്റൻസിയാണ്. ഗൈനക്കോമാസ്റ്റിയ ഉള്ള ഒരാൾ നിങ്ങളുടെ ചെസ്റ്റിൽ ആ റീജൻ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കട്ടി പോലെ ഫീൽ ചെയ്യും, ടിഷ്യൂ പോലെ ഫീൽ ചെയ്യും. അത് സെപ്പറേറ്റ് ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൈനക്കോമാസ്റ്റിയ ആണ്. ഈ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഗൈനക്കോമാസ്റ്റിയ വരാൻ സാധ്യതയുണ്ടോ? വേ പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഗൈനക്കോമാസ്റ്റിയ വരില്ല. അപ്പം ഞാൻ ആദ്യം പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, ഒരാൾ വരുമ്പോൾ നിങ്ങൾ പ്രോട്ടീൻ പൊടി എടുക്കുന്നത് ഒരു റെപ്യൂട്ടഡ് ബ്രാൻഡായിരിക്കും, നല്ല ബ്രാൻഡായിരിക്കും, കോസ്റ്റ്ലി ആയിരിക്കും, പക്ഷേ റെപ്യൂട്ടഡ് ബ്രാൻഡ് നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. ഈ പ്രോട്ടീൻ പൊടി കഴിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ഗൈനക്കോമാസ്റ്റിയ വരാൻ പോകുന്നില്ല. പ്രൊഫഷണൽ ബോഡി ബിൽഡേഴ്സ്, സീരിയസ് ആയി ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന ആൾക്കാർ അവർ സ്റ്റെറോയിഡ് ഇഞ്ചക്ഷൻ എടുക്കും. അപ്പോൾ സ്റ്റെറോയിഡ് ഇഞ്ചക്ഷൻസ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഗൈനക്കോമാസ്റ്റിയ വരാം. പക്ഷേ പ്രോട്ടീൻ പൊടി മാത്രം എടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും ഗൈനക്കോമാസ്റ്റിയ വരാൻ പോകുന്നില്ല. ഗൈനക്കോമാസ്റ്റിയ നമുക്ക് മരുന്ന് കഴിച്ചിട്ട് മാറ്റാൻ പറ്റുമോ, അതോ നിർബന്ധമായിട്ടും സർജറി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ അതിൻ്റെ റീസൺ എന്താണെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ചില ഗൈനക്കോമാസ്റ്റിയകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മെഡിസിൻസ് എടുക്കുന്നതുകൊണ്ട് വരാം, സ്റ്റെറോയിഡ് എടുക്കുന്നതുകൊണ്ട് വരാം. അപ്പം അങ്ങനത്തെ ഒരാളാണ് വരുന്നെങ്കിൽ ഞാൻ ആ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാൻ പറയും, സ്റ്റെറോയിഡ് ഇഞ്ചക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറയും. അപ്പോൾ ലോങ് ടേം ആയിട്ട് മെഡിസിൻ, ഒരുപാട് സമയമായിട്ട് മെഡിസിൻ എടുക്കുന്നില്ലെങ്കിൽ ആ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്ത ഗൈനക്കോമാസ്റ്റിയ അവർക്ക് കുറയാം. ഓക്കെ. പക്ഷെ മെജോറിറ്റി ആൾക്കാർ ഇതുകൊണ്ടല്ല. മെജോറിറ്റി ആൾക്കാർ ഈ ഹോർമോൺ ഇംബാലൻസും ഗൈനക്കോമാസ്റ്റിയ അവർക്ക് വരുന്നത്. അത്തരത്തിലൊരു ഒരാൾ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സർജറി തന്നെ ചെയ്യണം. ഒരാൾക്ക് ഗൈനക്കോമാസ്റ്റിയ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് ഡോക്ടറാണ് കാണിക്കേണ്ടത്? ഗൈനക്കോമാസ്റ്റിയ സർജറി ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. അതൊരു ഹാംലെസ് കണ്ടീഷനാണ്. ആ മുഴ ക്യാൻസറെ മാറാനൊന്നും പോകുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ കണ്ടീഷൻ മാറ്റണം, നിങ്ങളിതുകൊണ്ട് കോസ്മെറ്റിക് കൺസേൺ ആണെങ്കിൽ നിങ്ങളൊരു പ്ലാസ്റ്റിക് സർജനെ കാണിക്കാം. ഇപ്പോൾ ഡോക്ടറുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഗൈനക്കോമാസ്റ്റിയയുടെ സർജറി ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പേഷ്യൻറ്റിൻ്റെ ഒരു ഔട്ട്പുട്ട്? പേഷ്യൻ്റ് എക്സ്പീരിയൻസ് ചോദിക്കുകയാണെങ്കിൽ ഗൈനക്കോമാസ്റ്റിയ സർജറി ചെയ്ത് കഴിയുന്ന ആൾക്കാർ സർജറി കഴിഞ്ഞ് വളരെ ഹാപ്പിയാണ് അവർ. കാരണം അവരുടെ ബോഡി ഇമേജേ മാറും. ഇത്രയും കാലം അവർ ഈ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് നടന്ന് അവർക്ക് കോൺഫിഡൻസ് ഇഷ്യൂസ് ഒക്കെ കുറേ പേർക്ക് ഉണ്ടാവില്ല. ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ പറ്റില്ല, ബീച്ചിൽ പോകുമ്പോൾ ഷർട്ട് അഴിക്കാൻ പറ്റില്ല. ആ പ്രോബ്ലംസ് എല്ലാം ഒറ്റ സർജറി ഇല്ലാണ്ടാവുക ചെയ്യുക. പിന്നെ ഇത് തിരിച്ചു വരാനും പോകുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ ഗൈനക്കോ സർജറി ചെയ്ത് കഴിഞ്ഞാൽ പിള്ളേർ വളരെ ഹാപ്പിയാണ്. അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് സാറ്റിസ്ഫൈഡ് ആണ് അവർ പോകുന്നത്.